പറയുന്ന അതേ രീതിയിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും വാർത്ത ഹാൻഡ് ചെയ്യാൻ പറ്റില്ല. വേണ്ട. പക്ഷേ സമൂഹം എന്താണോ പറയുന്നത് അല്ലെങ്കിൽ സമൂഹം എന്താണോ ആവശ്യം അതടക്കമുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പ്രാഥമികമായിട്ട് ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരെയും ആരോപണത്തിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിന് മെമ്മറി കാർഡ്, ഇതിനകത്ത് CCTV ഉണ്ട്, അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന് വിവരം പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ സംവിധാനം ഉണ്ട് എന്ന് അറിയാവുന്ന സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പോലീസ് കാണിച്ചത് വീഴ്ചയല്ലേ എന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു കോൺഗ്രസ് ഡിവൈഎഫ്ഐ അടക്കം ആരോപിക്കും അത് പരിശോധിച്ചിട്ട് വീഴ്ച ഉണ്ടായി എന്ന് അപ്പോൾ പറയില്ലേ? അതാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെയെന്ന് നിങ്ങൾ പറയുമെന്ന് ആപേക്ഷിക ചോദ്യം ഉന്നയിക്കേണ്ട. നിങ്ങൾ കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാറ്. അങ്ങ് പറഞ്ഞൊരു കാര്യം, മാധ്യമങ്ങളെല്ലാം വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇല്ലയെന്ന് ആര് പറഞ്ഞു? മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആംഗിൾ എന്താണ്? താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ, താങ്കളുടെ സഹോദരി ഇങ്ങനൊരു വിക്റ്റിമാണ് എങ്കിൽ താങ്കളുടെ ആംഗിൾ എന്താകുമായിരുന്നു? യെസ്. ഇനി പോട്ടെ, ഞാൻ വ്യക്തിപരമായി ചോദ്യം വിട്ടേക്കും. കേരളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടു. നമ്മൾ എന്താണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്? ആ നടിയുടെ മുമ്പിൽ 2 വഴികളുണ്ടായിരുന്നു. ആരോരും അറിയാതെ അത് മൂടി വയ്ക്കാം. അവർക്കിപ്പോഴും അവരുടെ കരിയറിൽ തുടരാം. അവർക്ക് ഒരു തരത്തിലുള്ള കരിയർ ഡാമേജും ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ ആ നടി അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞു. അവരുടെ മുഖാവരണം പോലും മാറ്റി ഒരു ഘട്ടമെത്തിയപ്പോൾ അവരൊരു ദേശീയ മാധ്യമത്തിൻ്റെ മുമ്പിലിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് അവരിപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഹലോ, ആ സംഭവത്തിന് വേറെ ഏതാ ദൃക്സാക്ഷി? നിങ്ങൾ ഈ നടിയുടെ കാര്യത്തിൽ, നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ വേറെ ആരാ ദൃക്സാക്ഷി? കേരളം എവിടെ നിന്നു? ഗവൺമെൻറ് ആർക്കൊപ്പം നിന്നു? രാജ്യവും ലോകവും ആർക്കൊപ്പം നിന്നു? ഒരു വിക്റ്റിം ഒരു പരാതി പറയാം. എന്താ ആര്യ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളീ പറയുന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലെ ആംഗിൾ എന്താണ്? അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയതിന് വെളിച്ചത്ത് വന്നപ്പോൾ, വീഡിയോ പുറത്ത് വന്നപ്പോൾ, പ്രതിരോധത്തിലായപ്പോൾ പറയുന്നൊരു കള്ളമെന്നാണ്. അതല്ലേ പറയുന്നേ? കള്ളമെന്നല്ലേ പറയുന്നേ? അതിനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇനി അങ്ങനെ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനൊരു സാക്ഷി വേണം. ഇല്ല എങ്കിൽ ഇവരുടെ പൂർവ്വകാലം ഒന്ന് നോക്കിപ്പോണം. എന്താണ് ഈ ആരോപണ വിധേയൻ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് നോർമലി നോക്കുമല്ലോ. നോക്കിപ്പോണം. എന്താ ഇത് രണ്ടിലും? ഇതേ എൻ്റെ പ്രശ്നമായിട്ടുള്ളൂ. വാർത്താ പ്രാധാന്യം, നിങ്ങൾ വാർത്താ പ്രാധാന്യം തറയിൽ വെക്കുന്നില്ലല്ലോ. ഇനി വേറൊരെണ്ണം കിട്ടുന്നവരെ നിങ്ങൾ വെക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് വാർത്താ വിഭവങ്ങൾ മാത്രമായിരിക്കും. അതിനപ്പുറത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ വാർത്ത കൊടുക്കും എല്ലാവർക്കും. അങ്ങ് പറഞ്ഞല്ലോ, ഈ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധം വാർത്ത കൊടുക്കണ്ട. മൊറാലിറ്റി ഉണ്ട്. മൊറാലിറ്റിയുടെ ഒരു ലേശം എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഹിയർ ദി അതർ സൈഡ് എന്നുണ്ട്. നിങ്ങൾ എല്ലാ ഭാഗവും നിങ്ങൾ സമഗ്രമായി നിങ്ങൾ വാർത്ത കവർ ചെയ്തു. ഈ സംഭവത്തിൽ എന്ത് ചെയ്തോ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ മേയർ രാത്രി അവരുടെ സ്വകാര്യ വാഹനത്തിലല്ലേ അവർ പോയത്?